ഹായ് ഗൈസ്, നമസ്കാരം. ഇപ്പോൾ ഒളിവിലാണ്. ഇപ്പൊ അണ്ടർഗ്രൗണ്ട് പോയില്ലെങ്കിൽ പോലീസ് എന്നെ നിരപ്പാക്കും. ഇപ്പോൾ ഒളിവിലാണ്. അപ്പോൾ എവിടെയെന്നൊന്നും പറയാൻ പറ്റൂല. കയ്യിൽ കിട്ടിയ അവന്റെ ശവം പോലും അവന്റെ അപ്പനെ കിട്ടില്ല. കേരളത്തിലോട്ട് പോകാന്ന് വെച്ചാ കേരള പോലീസ് നല്ല ഇടിയാരുമല്ലേ. ഇനി ഈ ഓപ്പറേഷൻ തീരണവരെ നമ്മുടെ ബേസ് ഇതായിരിക്കും. ഇത് പുതിയ ചാനലാണ്. അപ്പോൾ ഇതിലായിരിക്കും ഇനി എല്ലാ കാര്യങ്ങളും വരിക. ലൈവ് ആണെങ്കിലും വ്ളോഗ് ആണെങ്കിലും എല്ലാം. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എന്റെ വൈറ്റിപ്പഴം. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എന്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. നാളെ ഒരു വ്ളോഗ് വരുന്നുണ്ട്, എല്ലാവരും കാണുക. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ഞങ്ങളെ ബാധിച്ച വിഷയം ഞങ്ങളെ കുട്ടിനതിൽ ആവശ്യമില്ലാണ്ട് വലിച്ചിട്ടു. എന്തിനാ ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിന് ഈ പാവം ഞങ്ങളെ വീട്ടിലൊരു കുട്ടി ഞങ്ങളെ വലിച്ചിട്ടു? കുടുംബത്തിനെതിരെ ആര് നിന്നാലും തീർത്തേക്കണം. നമ്മളെ തന്നെ സുഹൃത്തിന്റെ ഭാര്യയെ അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ആ കൊച്ചിന്റെ അവസ്ഥ ഒന്ന് കാണണം. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? ഈ പുറത്തു വിട്ട ആൾക്കാരും ഈ ശബ്ദരേഖയിലുള്ള ആൾക്കാരും ഒക്കെ ഈക്വലി എന്താണ്, ഇതൊരു പാർട്ടാണ്. അതായത് ഈ കുട്ടിനെ ആവശ്യമില്ലാണ്ട് കൊത്തി കീറിയതിലൊരു പാർട്ടാണ്. അപ്പൊ ഇത് കേസാവോ? ഞാൻ ഇതിന് കൂട്ടിവെക്കോ? ഇവർ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരു മാപ്പ് അർഹിക്കണ തെറ്റുപോലല്ല. ശപിക്കാണ്ടോ ഞാൻ തന്നെ ചത്താലും നീ പുഴുത്തേശാവൂ. പിന്നീട് CI സാറിന് കംപ്ലൈന്റ് കൊടുത്തു, വേറൊരു CI സാറിന് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.